നമസ്കാരം. ന്യൂസ് 1 മിഡ് ലിസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഗസയിൽ ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേലും പലസ്തീനും ഒപ്പുവച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് കെയ്റോയിൽ. പ്രതിരോധത്തിന്റെ വിജയമെന്ന് ഹമാസ്. 50 ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2200 പലസ്തീനികൾ. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം നാളെ മദീനയിലെത്തും. കൊൽക്കത്തയിൽ നിന്നും പോകുന്നത് 2525 തീർത്ഥാടകർ. ഹജ്ജ് തീർത്ഥാടകരുടെ പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് മദീന ഹജ്ജ് മന്ത്രാലയം. ഈ വർഷത്തെ ഹജ്ജ് വരുമാനം 320 കോടി റിയാൽ വരുമെന്ന് പഠനം. ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകളിൽ റെക്കോർഡ് വർധന. എയർ ഇന്ത്യ അടക്കം ടിക്കറ്റ് നിരക്കിൽ 30,000 രൂപയിലധികം കൂട്ടി. സ്കൂൾ വെക്കേഷനും ഓണവും ഒരുമിച്ചെത്തിയപ്പോൾ വിമാന കമ്പനികൾ യാത്രക്കാരെ പിഴിയുകയാണെന്ന് പ്രവാസികൾ. വിസ കച്ചവടക്കാർക്കെതിരെ കുവൈറ്റ് നടപടി കർശനമാക്കുന്നു. അനധികൃതമായി രാജ്യത്തേക്ക് തൊഴിലാളികളെ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം. വാർത്തകളിലേക്ക് വിശദമായി. ഗസയിൽ ദീർഘകാല വെടിനിർത്തലിന് പലസ്തീനും ഇസ്രായേലും ഒപ്പുവെച്ചു. വെടിനിർത്തൽ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കെയ്റോയിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30 വെടിനിർത്തൽ നിലവിൽ വന്നു. 50 ദിവസത്തെ ആക്രമണത്തിനൊടുവിലാണ് ഗസയിൽ സമാധാനം കൈവരുന്നത്. വെടിനിർത്തൽ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്താൻ ഇരുകൂട്ടരും ധാരണയിലെത്തി. ഹമാസ് നേതൃത്വമാണ് കരാറിലെത്തിയ വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത്. തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വെടിനിർത്തൽ ധാരണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2006 മുതൽ ഗസക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഇസ്രായേൽ പിൻവലിക്കാമെന്ന വ്യവസ്ഥ കരാറിലുണ്ട്. ഫലസ്തീൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ഗസയിൽ പ്രത്യേക തുറമുഖം, വിമാനത്താവളം എന്നിവ സംബന്ധിച്ച് ഒരു മാസത്തിനുള്ളിൽ ധാരണയിലെത്താനും ഇരുകൂട്ടരും തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ തടവറയിലുള്ള ഫലസ്തീൻകാരുടെ കാര്യത്തിലും അനുഭാവപൂർണമായ നിലപാട് ഉണ്ടാകുമെന്നാണ് സൂചന. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഗസയിൽ 10,000 തെരുവിൽ ആഹ്ലാദ പ്രകടനം നടത്തി. 50 നാളുകൾ നീണ്ട യുദ്ധത്തിലൂടെ 2140 പേരെ വകവരുത്തിയ ഇസ്രായേൽ നടപടിയൊന്നും പൊരുതുന്ന ജനതയുടെ വീര്യം ഒട്ടും ചോർത്തിയില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. കെയ്റോ, ദോഹ, ഗസ, റാമല്ല എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന തിരക്കിട്ട കൂടിയാലോചനകളെ തുടർന്നാണ് കരാർ രൂപപ്പെട്ടത്. ഗസയിൽ ഹമാസിനെ തീർത്തും ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ. എങ്കിലും ജനവികാരം എതിരാവുകയും ലക്ഷ്യം എളുപ്പമല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്തതോടെ മറ്റൊരിക്കൽ കൂടി രാഷ്ട്രീയമായും സൈനികമായും തോൽവി സമ്മതിക്കുകയാണ് ജൂതരാഷ്ട്രം. MC നാസർ, മീഡിയ 1 മിഡിൽ ഈസ്റ്റ്. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം നാളെ കൊൽക്കത്തയിൽ നിന്നും മദീനയിലെത്തും. 9 വിമാനങ്ങളിലായി 2525 തീർത്ഥാടകരാണ് മദീനയിലെത്തുക. ഹാജിമാരെ സ്വീകരിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. ബുധനാഴ്ച രാവിലെ 7:30 മദീന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ആദ്യ വിമാനത്തിലെ 265 ഹാജിമാരെ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും വിമാനത്താവള അധികൃതരും ചേർന്ന് സ്വീകരിക്കും. ഷാരെ സിത്തിനിൽ മുക്താർ ഗ്രൂപ്പിന് കീഴിലെ ഹോട്ടലിലാണ് തീർത്ഥാടകർക്ക് താമസമൊരുക്കിയത്. ഈ വർഷം ഹാജിമാർ മദീനയിൽ താമസിക്കുന്ന 8 ദിവസവും ഹജ്ജ് മിഷൻ ഭക്ഷണം വിതരണം ചെയ്യും. ഹാജിമാർക്കുള്ള മുഴുവൻ സംവിധാനങ്ങളും പൂർത്തിയായതായി മദീന ഹജ്ജ് മിഷൻ അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായ 100ഓളം വരുന്ന മെഡിക്കൽ സംഘം ഹാജിമാരുടെ സേവനത്തിനായി ഉണ്ടാകും. ഹജ്ജ് മിഷന്റെ പ്രധാന ഓഫീസിലും 5 സബ് സെന്ററുകളിലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. ഹാജിമാരുടെ സേവനത്തിനായി മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ മദീന ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ വളണ്ടിയർമാരും രംഗത്തുണ്ടാവും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ 1,20,000 സ്വകാര്യ ഗ്രൂപ്പുകളുടെ കീഴിൽ 36,000 തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജിനെത്തുന്നത്. രാജ്യത്തെ 21 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി എയർ ഇന്ത്യ വഴി 55,210 പേരും സൗദി എയർലൈൻസ് വിമാനത്തിൽ 44,810 പേരുമാണ് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ യാത്ര സെപ്റ്റംബർ 14 മുതൽ ആരംഭിക്കും. മീഡിയ 1 ജിദ്ദ. മദീനയിൽ ഹജ്ജ് തീർത്ഥാടകരുടെ പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുമെന്ന് മദീന ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി മുഹമ്മദ് ബീജാവി പറഞ്ഞു. തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ മികവുറ്റതാക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും കേന്ദ്രം മുൻഗണന നൽകും. ടെലിഫോൺ, ഇമെയിൽ അഭിപ്രായങ്ങൾക്കുള്ള പ്രത്യേക ബോക്സ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. പരാതികൾക്ക് കേന്ദ്രം വിശദീകരണം നൽകും. ഉംറ സീസണിൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിജയമായിരുന്നു. ആദ്യമായാണ് ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് ഇത്തരം കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നതെന്ന് ഹജ്ജ് മന്ത്രാലയ ഓഫീസ് മേധാവി പറഞ്ഞു. വ്യാജ ഹജ്ജ് സ്ഥാപനങ്ങളെ പിടികൂടാൻ പരിശോധന കർശനമാക്കുമെന്ന് ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ഹിജാർ പറഞ്ഞു. വ്യാജ ഹജ്ജ് സ്ഥാപനങ്ങൾക്കെതിരായ ക്യാമ്പയിൻ അടുത്ത ദിവസം ആരംഭിക്കും. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ കബളിപ്പിക്കപ്പെടുന്നവർ നഷ്ടം സ്വയം സഹിക്കേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി.
ഈ വർഷത്തെ ഹജ്ജ് വരുമാനം 320 കോടി റിയാൽ വരുമെന്ന് പഠനം. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 3% വർധനവാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഹജ്ജിനെത്തുന്നവരുടെ എണ്ണമനുസരിച്ചാണ് വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. 20 ലക്ഷം പേർ ഹജ്ജിനെത്തുമെന്നാണ് പ്രതീക്ഷ. മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ പഠനത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് വരുമാനം 320 കോടി റിയാൽ വരുമെന്ന് കണക്കാക്കിയിരിക്കുന്നത്. 14 ലക്ഷത്തോളം വിദേശികളും 6 ലക്ഷത്തോളം സ്വദേശികളും ഹജ്ജിനെത്തുമെന്നാണ് കണക്ക്. ഇവർ ചെലവഴിക്കാനിടയുള്ള തുക പരിഗണിച്ചാണ് വരുമാനം കണക്കാക്കിയിരിക്കുന്നത്. 2009 കണക്ക് പ്രകാരം തീർത്ഥാടകർ ശരാശരി ചെലവഴിച്ച തുകയാണ് വരുമാനം നിശ്ചയിക്കാനായി പരിഗണിച്ചത്. പ്രസ്തുത വർഷം വിദേശ തീർത്ഥാടകർ ശരാശരി 17,000 റിയാലും സ്വദേശി തീർത്ഥാടകർ 5,000 റിയാലുമാണ് ചെലവഴിച്ചത്. പൊതുവായ വിലവർധനവും കൂടി കണക്കിലെടുത്താണ് വരുമാനം കണക്കാക്കിയത്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതൽ ചെലവഴിക്കുന്നത്. ഹജ്ജിനെത്തുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് കൂടുതൽ ചെലവഴിക്കുന്നതെന്നും പഠനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. വിസ കച്ചവടക്കാർക്കെതിരെ കുവൈറ്റ് തൊഴിൽ മന്ത്രാലയം നടപടി കർശനമാക്കുന്നു. രാജ്യത്തേക്ക് അനധികൃതമായി തൊഴിലാളികളെ എത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ പരിശോധന ശക്തമാക്കും. തൊഴിൽ മന്ത്രി ഹിന്ദ് അൽ സബീഹ് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിസക്കച്ചവടത്തിൽ ഏർപ്പെടുന്ന കമ്പനികളുടെയും തൊഴിലുടമകളുടെയും ഫയലുകൾ തൊഴിൽ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുമെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇത്തരക്കാർക്ക് വൻ പിഴ ചുമത്തുന്നത് കൂടാതെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയും റദ്ദാക്കും. വ്യാജ കമ്പനികളുടെ പേരിൽ വർക്ക് പെർമിറ്റ് ഉണ്ടാക്കി മനുഷ്യക്കടത്തുകാർ വിദേശികളെ രാജ്യത്തെത്തിക്കുന്നത് വ്യാപകമായതിനെ തുടർന്നാണ് മന്ത്രാലയം നടപടി കർശനമാക്കുന്നത്. വിസക്കച്ചവടത്തിൽ കുടുങ്ങുന്നവരാണ് മിക്ക കുറ്റകൃത്യങ്ങളിലും പ്രതികളാവുന്നതെന്ന് അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പഠനത്തിൽ വ്യക്തമായിരുന്നു. മനുഷ്യക്കടത്ത് വ്യാപകമാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് പേരുദോഷമുണ്ടാക്കുന്നു എന്നതും നടപടി കർശനമാക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ പ്രശ്നമായാണ് വിസക്കച്ചവടം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വിദേശ ജോലിക്കാരുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുമുണ്ട്. വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രം വിസ അനുവദിച്ചാൽ മതിയെന്ന നിർദ്ദേശവും മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സിറിയയിൽ തടവിൽ കഴിയുന്ന 4 അമേരിക്കൻ മാധ്യമപ്രവർത്തകരെ കൂടി മോചിപ്പിക്കാൻ ഖത്തർ ഊർജിത ശ്രമം നടത്തിവരുന്നതായി വാർത്താ ഏജൻസി റോയിറ്റർ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം പീറ്റർ തിയോ കാട്ടിസ് എന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകനെ ഖത്തർ ഇടപെട്ട് മോചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സിറിയയിലെ അൽഖായിദ അനുകൂലികളായ അൽനുസ്ര സംഘത്തിന്റെ പിടിയിൽ നിന്ന് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ പീറ്റർ തിയോ കാട്ടിസ് ജയിൽ മോചിതനായത്. 2 വർഷത്തെ തടവിന് ശേഷം ഇയാളുടെ മോചനത്തിനായി മധ്യസ്ഥ ശ്രമം നടത്തിയത് ഖത്തറായിരുന്നു. ഇതിന് 2 ദിവസം മുമ്പാണ് മറ്റൊരു അമേരിക്കൻ പത്രപ്രവർത്തകൻ ജെയിംസ് ഫോളിയെ ഐസിസ് വിമതർ കഴുത്തറുത്തു കൊന്നത്. ഈ സാഹചര്യത്തിലാണ് സിറിയൻ തടവറകളിൽ കഴിയുന്ന മറ്റു US മാധ്യമപ്രവർത്തകരുടെ കൂടി മോചനത്തിന് ഖത്തർ ഇടപെടുന്നത്. സിറിയയിൽ നിന്ന് കാണാതായ 4 മാധ്യമപ്രവർത്തകരും വ്യത്യസ്ത സംഘങ്ങളുടെ പിടിയിലാണെന്നാണ് അറിയുന്നത്. ഇവരുടെ മോചനകാര്യത്തിൽ അമേരിക്ക ഖത്തറുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. അതേസമയം തടവിൽ കഴിയുന്ന എല്ലാ രാജ്യക്കാരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ചു. സിറിയയിലെ വിവിധ വിമത ഗ്രൂപ്പുകളുമായി നടത്തുന്ന ചർച്ചകളിലൂടെയാണ് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ദോഹയിൽ കഴിയുന്ന സിറിയൻ പ്രതിപക്ഷ സഖ്യ നേതാവും പറഞ്ഞു. മീഡിയ 1 ദോഹ. ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദത്തെ ഖത്തർ പിന്തുണക്കുന്നില്ലെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തുയ്യ വ്യക്തമാക്കി. മേഖലയിൽ പൂർണ്ണ സമാധാനമാണ് ഖത്തർ ലക്ഷ്യം വെക്കുന്നത്. അത് തടയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഫ്രഞ്ച് വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് ഡോക്ടർ അൽ അത്തുയ്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഖത്തർ ഇടപെടുന്നത് ദുരുദ്ദേശത്തോടെയാണെന്ന് ഇസ്രയേലും അതിനെ ഏറ്റുപിടിച്ച ഈജിപ്തിലെ പട്ടാള ഭരണാധികാരി അബ്ദുൽ ഫത്താഹ് അൽ സിസിയും പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം ഗസ പ്രശ്നപരിഹാരത്തിനായുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തുയ്യയുടെ ലേഖനം ശ്രദ്ധേയമാകുന്നത്. ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ ഫ്രഞ്ച് വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഖത്തർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. മേഖലയിൽ പൂർണ്ണ സമാധാനം ലക്ഷ്യം വെക്കുന്ന തങ്ങൾ തീവ്രവാദികളെ പിന്തുണയ്ക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിറിയയിൽ തങ്ങൾ പിന്തുണക്കുന്നത് വിമതരെയാണെന്നും ലോകത്ത് നിരവധി രാജ്യങ്ങൾ സിറിയൻ ഏകാധിപതി ബഷാർ അൽ അസദിനെതിരെ പോരാടുന്ന പ്രതിപക്ഷ സഖ്യത്തിന് പിന്തുണ നൽകുന്നുണ്ടെന്നും അൽ അത്തുയ്യ കൂട്ടിച്ചേർത്തു. ഇറാഖിലെ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അവസരമുണ്ടാക്കണമെന്ന് അദ്ദേഹം ഇറാഖ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഭവനരഹിതരായി കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഇറാഖ് മേഖലയിലെ സമാധാന ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുജീബുർ റഹ്മാൻ, മീഡിയ 1 ദോഹ.
സിറിയയിൽ തീവ്രവാദികൾ ബന്ദിയാക്കി അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ പീറ്റർ തിയോകാട്ടിസിന്റെ മോചനത്തിനായി ഖത്തർ നടത്തിയ ശ്രമങ്ങൾക്ക് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി നന്ദി അറിയിച്ചു. ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്വിയയെ ഫോണിൽ വിളിച്ചാണ് കെറി കൃതജ്ഞത അറിയിച്ചത്. നേരത്തെ കാട്ടിസിന്റെ കുടുംബവും ഖത്തറിനും യുഎസിനും നന്ദി അറിയിച്ചിരുന്നു. ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന വിമത സംഘടനയായ ISISനെ നിരീക്ഷിക്കാനായി അമേരിക്ക ചാരവിമാനങ്ങൾ അയച്ചു. സിറിയയിൽ ISISന് സ്വാധീനമുള്ള മേഖലയിലേക്കാണ് അമേരിക്ക ചാരവിമാനങ്ങൾ അയച്ചത്. സംഘടനയെക്കുറിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ നീക്കം. ഇറാഖിലുള്ള സംഘടനയുടെ ഒളിത്താവളങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചിരുന്നില്ലെന്ന് അമേരിക്കൻ വക്താവ് മാർട്ടിൻ ഡീംസെ പറഞ്ഞു. സിറിയയിലും ഇത്തരം ഒളിത്താവളങ്ങൾ സംഘടന ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ധന സബ്സിഡി നിർത്തലാക്കിയതിനെതിരെ യമനിൽ ഷിയ വിഭാഗമായ ഹൂത്തികൾ ആരംഭിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാകുന്നു. ഒരു മാസത്തിനകം ടെക്നോക്രാറ്റുകളുടെ സർക്കാരിന് അധികാരം കൈമാറാമെന്ന വാഗ്ദാനം തള്ളിയ പ്രക്ഷോഭകർ അടിയന്തരമായി സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ധന സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയ സമരം വമ്പിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. സയ്യിദി ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള യമന്റെ വടക്കൻ പ്രവിശ്യയിലാണ് പ്രക്ഷോഭം തുടങ്ങിയത്. സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള യമനിൽ കൂടുതൽ അധികാരം ആവശ്യപ്പെട്ട് ഏറെക്കാലമായി പോരാട്ടത്തിന്റെ പാതയിലാണ് ഹൂതികളെന്നറിയപ്പെടുന്ന ഇവർ. മുല്ലപ്പൂ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനകീയ സമരത്തിലൂടെ അധികാരത്തിലെത്തിയ അബ്ദുറബ്ബ് മൻസൂർ ഹാദിയുടെ സർക്കാരിനെതിരെയാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭം. ഭരണവിദഗ്ധരുടെ ഇടക്കാല സർക്കാരിന് രൂപം നൽകാമെന്നും അവർ ഇന്ധന സബ്സിഡിയെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കട്ടെയെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും പ്രക്ഷോഭകർ അംഗീകരിച്ചില്ല. ഇതാണ് പ്രശ്നം വഷളാക്കിയത്. സർക്കാരിനെ പിന്തുണച്ചും തലസ്ഥാനമായ സനായിൽ വലിയ തോതിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. യമനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നൊബേൽ പുരസ്കാര ജേതാവ് തവക്കുൽ കർമാനും സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തി. الحاصل الآن بأن ميليشيات الحوثي بأسلحتها هذه تطوق العاصمة، تدمر اقتصاد البلد، تدمر هوية البلد. ميليشيات الحوثي الآن تهدد 300 കോടി ഡോളറാണ് ഇന്ധന സബ്സിഡി ഇനത്തിൽ യമൻ ഓരോ വർഷവും ചെലവഴിക്കുന്നത്. രാജ്യത്തിന്റെ വരുമാനത്തിന് 1/3 വരും ഇത്. വായ്പ അനുവദിക്കുന്നതിനായി IMF മുന്നോട്ട് വച്ച ഉപാധിയനുസരിച്ചാണ് ഇന്ധന സബ്സിഡി കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സൗദിയുടെ നയനിലപാടുകൾക്കും ഭരണാധികാരികൾക്കും വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് തീവ്രവാദ ചിന്തകളുള്ള വിഭാഗങ്ങളുമായി സഹകരിക്കുകയും വിദേശത്ത് പോരാട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്ത 17 പേർക്ക് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. വിചാരണ നേരിടുന്ന 67 പേരിൽ 17 പേർക്കാണ് തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിച്ചത്. 9 മുതൽ 33 വർഷം വരെയാണ് തടവ് ശിക്ഷ. തീവ്രവാദ വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകൽ, മയക്കുമരുന്ന് ഉപയോഗം, പണം വെളുപ്പിക്കൽ, കൃത്രിമരേഖ ഉണ്ടാക്കൽ തുടങ്ങി നിരവധി കുറ്റങ്ങളും പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. യുക്രൈനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാകുന്നു. റഷ്യൻ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ അതിർത്തി സുരക്ഷാ സേനയിലെ 4 സൈനികർ കൊല്ലപ്പെട്ടു. ലുഹാൻസ് പ്രവിശ്യയിലാണ് സംഭവം. റഷ്യയുടെ Mi-24 ഹെലികോപ്റ്റർ നടത്തിയ ആക്രമണത്തിലാണ് 4 സൈനികർ മരിച്ചതെന്ന് ഉക്രൈൻ സുരക്ഷാ സേനാ വക്താവ് വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടന്ന ആക്രമണത്തിൽ 12 ഉക്രൈൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. За останню добу ми втратили 12 військовослужбовців, поранення отримали 19 чоловік, сім'ям надана необхідна медична допомога. ഉക്രൈൻ സ്വാതന്ത്ര്യ ദിനത്തിൽ വിമതർ പ്രകടനം നടത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധത്തിനിടെ ഇതുവരെ പിടികൂടിയ 100-ലധികം സൈനികരെ പ്രദർശിപ്പിച്ചായിരുന്നു പ്രകടനം. ലക്ഷ്യം കാണും വരെ യുദ്ധം തുടരുമെന്നും വിമതർ വ്യക്തമാക്കി. അതിനിടെ റഷ്യ വിമതരെ സഹായിക്കുന്നതായി ഉക്രൈൻ പ്രധാനമന്ത്രി ആരോപണമുന്നയിക്കുകയും ആരോപണം റഷ്യ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിലിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ 2000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ 722 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി ദേശീയ സുരക്ഷാ കൗൺസിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ചെറിയ പെരുന്നാളിനും സ്കൂൾ വെക്കേഷനും പിന്നാലെ ഓണവും എത്തിയപ്പോൾ പ്രവാസികൾക്ക് വിമാനയാത്ര കഠിനമായി. ടിക്കറ്റ് നിരക്കുകൾ 300% കൂട്ടിയിരിക്കുന്നത്. അവസരം മുതലെടുത്ത് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുകയാണ്. കോഴിക്കോട് നിന്നും ദുബായിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചാർജാണ് ഈ കാണിക്കുന്നത്. 34,000-ൽ പരം രൂപ. 6,000 മുതൽ 8,000 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ ലഭിച്ചിരുന്നിടത്താണിത്. കോഴിക്കോട് നിന്നും കുവൈറ്റിലേക്ക് 40,000 രൂപയിലധികം നൽകണം. സർക്കാരിന്റെ ചെലവ് കുറഞ്ഞ വിമാന സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സ്ഥിതി മാത്രമാണിത്. ഒരു കച്ചവട രംഗത്തും നടക്കാത്ത വിധം കരിഞ്ചന്ത വിൽപ്പനയാണ് എയർ ടിക്കറ്റ് വിൽപ്പന രംഗത്ത് നടക്കുന്നത്. ഏതാണ്ട് 300 മുതൽ 500% മുകളിൽ വർധനവുണ്ട്. കാരണം 6,000 രൂപയ്ക്കും 8,000 രൂപയ്ക്കും കിട്ടുന്ന ദുബായ് ടിക്കറ്റ് ഇപ്പോൾ 42,000 രൂപയോളം, അത്രയും വർധന ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. വലിയൊരു കൊള്ളയല്ലേ? തീർച്ചയായിട്ടും ആണ്. കാരണം ഇത് എന്തായാലും ആളുകൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഗൾഫിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇവർ എയർലൈനുകൾ നേരെ കൂട്ടി വയ്ക്കുന്നതാണ് ഈ റേറ്റ്.
നാട്ടിലെ സ്കൂൾ അവധി കഴിഞ്ഞപ്പോൾ റമദാനും ചെറിയ പെരുന്നാളും, ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ വെക്കേഷൻ, പിന്നാലെ എത്തി ഓണവും. അത് തീരുമ്പോഴേക്കും ബലിപെരുന്നാൾ കാലമായി. യാത്ര ചെയ്യാൻ സാധാരണ പ്രവാസികൾക്ക് ലഭ്യമാകുന്ന ഈ കാലയളവാണ് വിമാന കമ്പനികളുടെ കൊടുംചതി നടക്കുന്നത്. ഇതോടൊപ്പം ഹജ്ജ് സീസൺ വരുന്നതോടെ സ്വകാര്യ ഹജ്ജ് യാത്രക്കാർ മാത്രമല്ല, ജിദ്ദയിലേക്കുള്ള സാധാരണ യാത്രക്കാരും യാതനയിലാവുകയാണ്. കോഴിക്കോട് നിന്നും ഷിദക്കൊപ്പം ഇർഷാദ് പടന്ന മീഡിയ 1.